പിതാവായ ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും കൃപയും സമാധാനവും എല്ലാവരിലും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഞാനിപ്പോഴും വളരെ സന്തോഷത്തിലാണ്. ഞാൻ എൻ്റെ സന്തോഷം ഈ ലോകത്തിലുള്ള യാതൊന്നിലും അല്ല. എൻ്റെ സന്തോഷം നമ്മളെല്ലാവരും സൃഷ്ടാവായ ആ സത്യദൈവത്തെ തിരിച്ചറിയാനിടയായി പാപികളായ മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ പിതാവായ ദൈവം അയച്ച യേശുക്രിസ്തുവിനെ തിരിച്ചറിയാനുള്ള ഭാഗ്യം കിട്ടി. അങ്ങനെ ഈ ലോകത്തിൻ്റെ വ്യർത്ഥമായിട്ടുള്ള സന്തോഷങ്ങളും വിനോദങ്ങളും എല്ലാം അത് മായയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവം തരുന്ന സന്തോഷത്തിലും പ്രത്യാശയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാനുള്ളൊരു ഭാഗ്യം ദൈവം തന്നു. ഈ മഹാസന്തോഷം, ഒരിക്കലും അവസാനിക്കാത്ത സന്തോഷം എല്ലാവരും പ്രാപിക്കണമെന്ന് സ്നേഹപൂർവ്വം താല്പര്യപ്പെടുകയാണ്. നിരാശ മാറണം, സങ്കടം മാറണം, രോഗം മാറണം, കടഭാരം മാറണം. ഇതിനെല്ലാം സന്തോഷമുള്ളൊരു ജീവിതം നമുക്കുണ്ടാകണം, പ്രത്യാശയുള്ളൊരു ജീവിതം. അത് തരാനായിട്ടാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നത്. പിതാവായ ദൈവം അയച്ചിട്ട് വന്നതാണ്. ആ പിതാവായ ദൈവത്തിൻ്റെ അടുക്കലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകാനാണ് യേശു വന്നത്. നമ്മുടെ പാപത്തിന് നമ്മളല്ല പരിഹാരം ചെയ്തത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് പാപമോചനവും ആ സൗഖ്യവും അവർ പ്രദാനം ചെയ്തു. ആ സുവിശേഷം അനുസരിച്ച് മുന്നോട്ട് പോകുക എന്നത് ഉള്ളത് വളരെ എളുപ്പമാണ്. ഇത് ഞാനൊരു മതത്തിൻ്റെയോ ജാതിയുടെയോ ഒന്നും പേര് പറയുകയല്ല. ഞാൻ അങ്ങനെയുള്ള ഒരു സംഘടനയായിട്ടോ മതവുമായിട്ടും ജാതിയായിട്ടോ ഒന്നും എനിക്കൊരു ബന്ധവുമില്ല. അപ്പോൾ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതലാണ്. പൗലോസും ബർണ്ണബാസും ഇക്കോന്യ എന്നൊരു പട്ടണത്തിൽ വന്ന് യഹൂദന്മാരുടെ പള്ളിയിൽ പ്രസംഗിച്ചു, സുവിശേഷം പ്രസംഗിച്ചു. പിതാവായ ദൈവത്തെക്കുറിച്ചും അവിടുന്ന് മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി ലോകത്തിലേക്ക് അയച്ച യേശുക്രിസ്തുവിനെ കുറിച്ചുമാണ് പ്രസംഗിച്ചത്. അതാണ് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം. വലിയൊരു പുരുഷാരം വിശ്വസിക്കാൻ തക്ക വിധം, യഹൂദന്മാരും യവനന്മാരും വിശ്വസിക്കാൻ തക്ക വിധം പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു. പ്രസംഗിക്കുന്നവർക്കൊക്കെ ഉള്ള ഒരു ആഗ്രഹം എന്താണെന്നറിയാമോ? ആ പ്രസംഗം കേട്ടിട്ട് എനിക്ക് എന്തെങ്കിലും കിട്ടണം എന്നൊരു ചിന്ത ആർക്കും ഒരു യഥാർത്ഥ വിളിച്ചാണെങ്കിൽ ഇല്ല. അവർ രക്ഷ പ്രാപിക്കണം, അവർ ദൈവത്തെ വിശ്വസിക്കണം, അവർ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കണം. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈ മനോഭാവമാണ് വേണ്ടത്. അങ്ങനെ വലിയൊരു പുരുഷാരം വിശ്വസിച്ചു. അവര് അപ്പോസ്തലന്മാരുടെ പക്ഷത്ത് നിന്നു. അതുപോലെ തന്നെ വിശ്വസിക്കാത്ത വലിയൊരു വിഭാഗം ശത്രുക്കളായി മാറി. എങ്ങനെയെങ്കിലും ഇവരെ ഒന്ന് അവസാനിപ്പിക്കണം, കൊല്ലണം എന്നായി. അപ്പോൾ ബഹളം വർദ്ധിച്ചു. ഒരു പ്രത്യേകത ഉണ്ട്. ദൈവവിശ്വാസികളായിട്ടുള്ളവരാരും ആർക്കും എന്ത് ദോഷം ചെയ്താലും ദോഷത്തിനെതിരെ ദോഷം ചെയ്യാനാണ്. ഒരക്രമത്തിന് അവർ തയ്യാറാകില്ല. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അങ്ങനെയാണ് പഠിപ്പിച്ചത്. അക്രമികൾ സ്വഭാവമുള്ളവർ അക്രമം ചെയ്യുകയും ചെയ്യും. ഒന്ന് ഓർത്ത് നോക്കിയാൽ ക്രിസ്ത്യ ജീവിതം എത്ര സഹനമുള്ള ജീവിതമാണ്. അങ്ങനെ നാട്ടിലെ പ്രമാണിമാരെല്ലാം കൂട്ടി ആ വിശ്വസിക്കാത്ത ആളുകൾ, യഹൂദന്മാർ, ജാതികൾ എല്ലാവരും കൂട്ടി ഭയങ്കരമായി അക്രമം ഭാവിച്ചു. ആ പൗലോസിനെയും ബർണ്ണബാസിനെയും മാത്രമല്ല, അവരുടെ സുവിശേഷം കേട്ട് വിശ്വസിച്ചവരും എല്ലാത്തിനെയും കല്ലെറിഞ്ഞ് ഭയങ്കര ലഹള ഉണ്ടാക്കി. പൗലോസും ബർണ്ണബാസും ഒരു കാര്യം ചെയ്തു. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ഭയങ്കര പ്രശ്നമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ അടുത്ത പട്ടണത്തിലോട്ട് പോയി. ലൂസ്ര എന്ന സ്ഥലത്ത് ചെന്ന് അവിടെയും ഭയങ്കര ജനം കൂടി. അമ്മയുടെ ഗർഭപാത്രം മുതലേ മുടന്തനായിരുന്ന ഒരു മനുഷ്യൻ പൗലോസ് പ്രസംഗിക്കുന്നത് കേട്ടു. മുഴുവൻ ശ്രദ്ധ വെച്ച് കേട്ടു. അപ്പോൾ പൗലോസ്
വലിയ ജനക്കൂട്ടത്തിൻ്റെ മധ്യത്തിലാണ് ഇവൻ നിന്ന് കേട്ടത്. പൗലോസ് ഒരു ദൈവമനുഷ്യനാണെങ്കിലുണ്ടല്ലോ, എല്ലാവരുടെയും ഹൃദയങ്ങളെ കാണാനുള്ള കഴിവ് അവർക്കുണ്ട്. ഈ മുടന്തനായ അവനെ പൗലോസ് സൂക്ഷിച്ചു നോക്കിയപ്പോൾ സൗഖ്യം പ്രാപിക്കാനുള്ള വിശ്വാസം അവനുണ്ടെന്ന് കണ്ടുകൊണ്ട്, നീ കാലൂന്നി എഴുന്നേൽക്ക് നിൽക്കുക എന്ന് ശബ്ദത്തിൽ സംസാരിച്ചു. അവനെഴുന്നേറ്റ് നിന്നു. ഓട്ടനെ അവിടെ നിന്ന് ജനമെല്ലാം കൂടെ കൂടി ദേവന്മാർ മനുഷ്യരൂപത്തിൽ നമ്മുടെ ഇടയിൽ പ്രത്യക്ഷമായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇന്ദ്രക്ഷേത്രം ഉണ്ടായിരുന്നു. ഇന്ദ്ര എന്ന പേരുള്ളൊരു ക്ഷേത്രം. അവിടുത്തെ പുരോഹിതന്മാരെല്ലാവരും കൂടെ കൂടി കാളകളെയും പൂമാലകളെയും എല്ലാവരും കൊണ്ടുവന്നു. പൗലോസിന് അതായത് ബർണ്ണബാസിന് ഇന്ദ്രൻ എന്നും പൗലോസ് മുഖ്യ പ്രാസംഗികനാകിയാൽ ബുധൻ എന്നും പേര് കൊടുത്തു. അവർക്ക് ഭയങ്കരമായ ബഹുമാനവും ആരാധനയും കൊടുക്കാൻ തുടങ്ങുന്നതാണ്. പൗലോസും ബർണ്ണബാസും കൂടെ വസ്ത്രം കീറി നിലവിളിച്ചുകൊണ്ട് ഓടിച്ചെല്ലുകയാണ്. അരുത്, ഞങ്ങൾ പ്രത്യേക ശക്തി നിന്നുള്ളവരല്ല, നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരത്രേ. നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയൊക്കെ സൃഷ്ടിച്ച ജീവനുള്ള ദൈവത്തിങ്കിലേക്കും തിരിച്ചു വരുവിൻ എന്ന് പറഞ്ഞാൽ, ഇതുവരെയുള്ള യാത്ര ജീവനില്ലാത്ത ദൈവത്തെ സേവിച്ച് നടക്കുകയായിരുന്നു. തങ്ങളുടെ സ്വയഷ്ടപ്രകാരം നടക്കുകയായിരുന്നു. പൗലോസ് പറഞ്ഞത് ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് മടങ്ങി വാ. മറ്റുള്ള എല്ലാ വിശ്വാസങ്ങളും വ്യർത്ഥമായ കാര്യങ്ങളാണ്, വ്യർത്ഥമാണ്, ദോഷമാണ്, ദൈവമില്ലാത്ത ജനമാണ്. അങ്ങനെ പൗലോസ് ബർണ്ണബാസും വളരെ കഷ്ടപ്പെട്ട് നിലവിളിച്ച് യാഗം കഴിക്കുന്ന അവരെ തടഞ്ഞു. ഞങ്ങൾക്കൊരു ബഹുമാനവും വേണ്ട. ഇന്നുള്ള സുവിശേഷന്മാരെ വലിയരുവാണ്, സമ്മതിക്കുമോ? പോരട്ടെ എന്ന് പറയും. ബഹുമാനിക്കുന്നതല്ലേ, ആദരിക്കുന്നതല്ലേ, അല്പം നടന്നിട്ടല്ലേ, ഞങ്ങളുടെ കൈവപ്പിലൂടെയല്ലേ അല്പം നടന്നതെന്നൊക്കെ വിളിച്ചു പറയും. പക്ഷേ അവരത് പറഞ്ഞില്ല. പകരം എന്താ കിട്ടിയെന്നറിയാമോ? ജനക്കൂട്ടം എല്ലാം കൂടെ കൂടി ഈ യാഗം കഴിക്കാൻ വന്നതിന് ഉൾപ്പെടെയുള്ള എല്ലാവരും അവർക്കെതിരെ തിരിച്ചു. പൗലോസിനെ കല്ലെറിഞ്ഞു, കൊന്നു എന്ന് പറഞ്ഞാൽ മരിച്ചു എന്ന് വിചാരിച്ച് ഒരു വലിച്ചഴച്ച് പട്ടണത്തിന് വെളിയിൽ എറിഞ്ഞു കളഞ്ഞു. ഒരു ചത്ത പട്ടിയെ വലിച്ചെറിഞ്ഞു കളഞ്ഞു ഇന്നുപോലെ, അല്ലെ ഒരു ചത്ത എരിയ വലിച്ചെറിയുന്നത് പോലെ എറിഞ്ഞു കളഞ്ഞു എന്നാണ് ബൈബിൾ പറയുന്നത്. അത്രയ്ക്കും സുവിശേഷ പ്രസംഗം വലിയ കഷ്ടത നിറഞ്ഞതാണ്. അതിൻ്റെ കാര്യം ഇതാണ്, പക്ഷത്ത് നിൽക്കുന്നവർ, വിശ്വസിക്കുന്നവര് അവരെപ്പോഴും സൗമ്യതയും ശാന്തതയും ഉള്ളവരാണ്. ദോഷത്തിനെതിരെ ദോഷം ചെയ്യാത്തവര്, വിശ്വസിക്കാത്തവര് ശത്രുക്കളായാൽ അവരെ ആക്രമിക്കും. പക്ഷേ പ്രതികരണം ഉണ്ടാകരുത്. കർത്താവ് പറഞ്ഞ് പഠിപ്പിച്ചതാണ്. ഒരു ചീട്ട് തനിക്കാൻ മറ്റേ ചീട്ട് കാണിച്ചു കൊടുക്കുക, പിന്നെ ഉപദ്രവിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുക എന്നുള്ളത്. നമ്മൾ കർത്താവ് പറയുന്നത് അനുസരിക്കണം. ഈ സ്വർഗരാജ്യത്തിലേക്ക് ഉള്ള പ്രവേശനം വളരെ ബുദ്ധിമുട്ടുള്ളതാണല്ലോ. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്നെ അനുഗമിക്കുക, അത് നിങ്ങൾക്ക് വളരെ സുഖവും സന്തോഷം തരുന്നതാണ്, പക്ഷെ ലോകപ്രകാരമുള്ള സുഖമൊന്നും തരുന്നതല്ല ആണെന്ന് പറഞ്ഞിട്ടില്ല. പൗലോസിന് വലിച്ചെറിഞ്ഞു കളഞ്ഞു. പൗലോസിൻ്റെ ശിഷ്യന്മാർ പൗലോസിന് ചുറ്റി വന്ന് നിന്നപ്പോൾ പൗലോസ് എഴുന്നേറ്റു, അടുത്ത പട്ടണത്തിൽ പോയി പ്രസംഗിച്ചു. അവിടെ ചെന്ന് സഭകൾ തോറും കയറി നടന്നു ശിഷ്യന്മാരായി തീർന്നവരുണ്ടല്ലോ, അവരോട് വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും അനേകം കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ചുകൊണ്ട് അവരെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു കൊന്നു. അനവധി കഷ്ടം സഹിച്ചിട്ടല്ലാതെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. അതുതന്നെയാണ് നമ്മുടെ യേശു കർത്താവും പറഞ്ഞത്, ഇടുക്ക് വാതിലുടെ കടക്കുവിൻ, നോക്കുവിൻ, നാശത്തിലേക്കുള്ള വാതിൽ വീതിയുള്ളത് വഴി വിശാലം, അതുവഴി കടന്നു പോകുന്നത് വളരെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുക്കം, വഴി ഞെരുക്കം, അത് കണ്ടെത്തുന്നവർ ചുരുക്കം, വളരെ ചുരുക്കം പേരേ ഉള്ളൂ. സ്തോത്രം. പ്രിയമുള്ളവരെ,
ഈ കഷ്ടം സഹിച്ച് യേശുവിനെ അനുഗമിച്ച് യാത്ര ചെയ്താലുണ്ടല്ലോ നമുക്ക് സന്തോഷം തരും. ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ശക്തി തരും. പൗലോസും ബർണ്ണാസിനെ കുറിച്ച് പറഞ്ഞ അവർ മഹാ സന്തോഷത്തോടു കൂടിയാണ് ഇതൊക്കെ സഹിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. സന്തോഷമൊന്നും കുറയല്ല. ആ യേശു ക്രിസ്തുവിനെ അനുഗമിച്ച് ഇനി നമ്മളൊരു തീരുമാനം എടുക്കണം. ഈ ലോകത്തിൻ്റെ സന്തോഷമൊന്നും നമ്മളെ സ്വർഗത്തിലേക്ക് ഒരു ഇഞ്ച് പോലും നടത്തുന്നതല്ല, ദൈവത്തിന് അകറ്റുന്നതാണ്. ലോകത്തിൻ്റെ സന്തോഷത്തിലല്ല. ദൈവം എന്നോട് എന്ത് പറഞ്ഞിട്ടുണ്ടോ, യേശു എന്ത് പറഞ്ഞിട്ടുണ്ടോ, അപ്പോസ്തലന്മാർ എന്ത് പറഞ്ഞിട്ടുണ്ടോ, തിരുവചനത്തിൽ എഴുതിയിരിക്കുന്ന അക്ഷരം പ്രതി ഞാൻ വിശ്വസിക്കുന്നു, അത് തെറ്റുകൂടാതെ ഞാൻ അനുസരിക്കും. യേശുവിനെ അനുഗമിച്ച്, ക്രിസ്ത്യാനി എന്ന വാക്കിൻ്റെ അർത്ഥം യേശുവിനെ അനുഗമിക്കുന്നവർ എന്നാണ്. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ ക്രിസ്ത്യാനികൾ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞു, ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ആരെങ്കിലും ഉണ്ടോ നമ്മൾ ജീവിക്കുന്ന ദേശത്ത്? എവിടെയെങ്കിലും ഇല്ല. അപ്പോൾ യേശുവിനെ അനുഗമിച്ച് ആ സ്വർഗസ്ഥ പിതാവിൻ്റെ അടുക്കിലേക്കുള്ള യാത്രയിൽ നമ്മൾ ജയിച്ചാൽ നിത്യതയോളം ആ ദൈവത്തോടൊത്ത് ദൈവപുത്രന്മാരായി നമുക്ക് വാഴാനായിട്ട് സാധിക്കും. അതിനായി ഈ വചനം നമ്മെല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.